നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2022 അർജന്റീന ആരാധകർക്ക്, മെസ്സി ആരാധകർക്ക് വലിയ സന്തോഷം നൽകിക്കൊണ്ടാണ് കടന്നുപോയത്. 2023 ശരിയാണ്, പുരസ്കാരങ്ങളൊക്കെ മെസ്സിക്ക് ലഭിച്ചിട്ടുണ്ട്, ബാലൻ ഡി ഓർ അടക്കം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അധികമൊന്നും നമുക്ക് അദ്ദേഹത്തെ കളിക്കളത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. ചാമ്പ്യൻസ് ലീഗിൽ ആകെ 2 കളിയാണ് 2023 അദ്ദേഹം കളിച്ചത്. പിന്നെ ലീഗ് 1 മത്സരങ്ങളിലാണ് നമ്മൾ അദ്ദേഹത്തെ കണ്ടത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം MLS ചേക്കേറി അർജന്റീന ദേശീയ ടീമിന് വേണ്ടി കളിച്ചു. പക്ഷേ MLS അവർക്ക് പ്ലേ ഓഫിന് യോഗ്യത ലഭിക്കാത്തതുകൊണ്ട് അവസാന മാസങ്ങളിലൊന്നും മെസ്സിക്ക് കളിയുണ്ടായിരുന്നില്ല. അപ്പോൾ 2023 എന്നുള്ളത് അത്ര അധികം സന്തോഷങ്ങൾ എന്ന് പറഞ്ഞാൽ കളിയുടെ കാര്യത്തിലാണ്. അവാർഡുകൾ മെസ്സിക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു, അത് മറ്റൊരു കാര്യം. പക്ഷേ കളിയുടെ കാര്യത്തിൽ അത്രയധികം സന്തോഷങ്ങളൊന്നും അർജന്റീന ആരാധകർക്ക്, അല്ല മെസ്സിയുടെ ആരാധകർക്ക് ഉണ്ടായിട്ടില്ല. അപ്പം അതിപ്പം മെസ്സിയുടെ ആരാധകർ അർജന്റീന ആരാധകർ തന്നെ ആയിക്കൊള്ളണമെന്നില്ല, എല്ലാത്തവരും മെസ്സി ഇഷ്ടപ്പെടുന്നു, അതാണ് അങ്ങനെ നമ്മൾ തിരുത്തി പറയുന്നത്. അപ്പം മെസ്സിക്ക് പക്ഷേ 2024 ഒരു പിടി കിരീടങ്ങൾ ലഭിക്കാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. 8 കിരീടങ്ങൾ ഒരു പക്ഷേ അദ്ദേഹത്തിന് ലഭിച്ചേക്കും. കോപ്പ അമേരിക്കയും കോൺകാഫ് ചാമ്പ്യൻസ് ലീഗും ഒക്കെ അടക്കം നിരവധി ടൂർണമെൻറ്റുകളിൽ അദ്ദേഹം മാറ്റുരക്കാൻ പോകുന്നു. ആദ്യം അർജന്റീന ദേശീയ ടീമിനോടൊപ്പം 2 കിരീടങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. മറ്റൊന്നുമല്ല, കോപ്പ അമേരിക്ക 2024 ജൂൺ ജൂലൈ മാസങ്ങളിൽ നടക്കുകയാണ്. അതിൽ മുത്തമിടാനുള്ള സാധ്യത. അതോടൊപ്പം തന്നെ ഒളിമ്പിക് മത്സരങ്ങൾ വരുന്നുണ്ട്. അണ്ടർ 23 ടീമിനോടൊപ്പം ഹാവിയർ മഷറാനോ നയിക്കുന്ന ഒരു ടീമിൻ്റെ മത്സരങ്ങൾ കൂടി വരാനിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതും ആരാധകർ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ലിയോ മെസ്സി കാത്തിരിക്കുന്ന മറ്റൊരു കാര്യം ഇന്റർ മയാമിക്കൊപ്പമുള്ള കിരീടങ്ങളാണ്. 6 ടൈറ്റിൽസിനുള്ള സാധ്യതയുണ്ട്. ഒന്ന് സ്വാഭാവികമായിട്ടും MLS കിരീടമാണ്. അതുപോലെ തന്നെ മറ്റൊന്ന് ലീഗ്സ് കപ്പാണ്. ലീഗ്സ് കപ്പ് കഴിഞ്ഞ തവണ നേടിയതാണ്. ഇത്തവണ അതിനുള്ള സാധ്യതകൾ വീണ്ടും ഉയരുകയാണ്. കൂടാതെ തന്നെ ഇന്റർ അമേരിക്കൻ കപ്പിനുള്ള യോഗ്യത അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അത് പക്ഷേ എന്ന് തുടങ്ങുമെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. പക്ഷേ എങ്കിലും അവർക്ക് യോഗ്യതയുണ്ട്. പിന്നെ 4th കിരീടം എന്ന് പറയുന്നത് കോൺകാഫ് ചാമ്പ്യൻസ് ലീഗ് ആയിരിക്കും. അതിലേക്ക് അവർക്ക് യോഗ്യതയുണ്ട്. എന്ത് സംഭവിക്കും, ഇന്റർ മയാമിയുടെ പെർഫോമൻസ് എങ്ങനെയാവും എന്നുള്ളത് കണ്ടറിയണം. ലൂയിസ് സുവാരസ് കൂടി അവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്റർ കോണ്ടിനെന്റൽ കപ്പിലേക്ക്, അത് ഈ കോൺകാഫ് കിരീടം ചൂടിയെങ്കിൽ മാത്രമാണ് അതിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. എങ്കിൽ പോലും ഇന്റർ കോണ്ടിനെന്റൽ കപ്പിലേക്കുള്ള ഒരു സാധ്യത വരുന്നു. അതോടൊപ്പം തന്നെ US ഓപ്പൺ കപ്പ്, അതിൽ ഒരു ചെറിയ സംശയങ്ങളുണ്ട്. കാരണം മെയിൻ ടീമിനെ അയക്കുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പില്ലാത്ത കാര്യമാണ്. ഏതായാലും ഇവിടെ 8 കിരീടങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. അതിലേതൊക്കെ ലിയോ മെസ്സിക്ക് സ്വന്തമാക്കാൻ പറ്റും എന്നുള്ളത് കണ്ടറിയണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.